ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. തൃശ്ശൂർ സ്റ്റൈലിലുള്ള കായത്തൊലി പയറുപ്പേരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതിന് ഉപ്പേരി, തോരൻ, പുഴുക്ക് ഈ പേരുകളൊക്കെ പറയാറുണ്ട്. ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ ഈ ഒരു ഉപ്പേരി നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും കായത്തൊലി പയറുപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉപ്പേരിക്ക് വേണ്ടി 1/4 കപ്പ് പയർ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അടുത്തതായി ഞാനിവിടെ 3 നേന്ത്രക്കായയുടെ തൊലി എടുത്തിട്ടുണ്ട്. കായത്തൊലി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത ശേഷം അതിൻ്റെ കറ കളയുന്നതിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് ഒരു 15 മിനിറ്റ് വെക്കണം. അതിനുശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അടുത്തതായി 10 ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇതുപോലുള്ള നാടൻ കറികളിലൊക്കെ സവാളയ്ക്കു പകരം ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മുടെ പയർ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായത്തൊലി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ മൂടി വെച്ച് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. വിസിൽ വന്ന ശേഷം പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പോഴേക്കും കായത്തൊലി ആവശ്യത്തിന് കുക്കായിട്ടുണ്ടാകും. ഇനി ഇത് നമുക്ക് ഉപ്പേരിയാക്കി എടുക്കാം. അതിനുവേണ്ടി ചൂടായിട്ടുള്ളൊരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 3 തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചത് കൂടി ചേർത്ത് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നാളികേരം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നാളികേരം ചെറുതായി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കായത്തൊലിയും പയറും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പയർ കുഴഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പയറിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പയറും നാളികേരവും കായത്തൊലിയും എല്ലാം നന്നായി യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള കായത്തൊലി പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാടൻ വിഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.